ഹായ്. ഓണത്തിനായാലും എല്ലാ സദ്യകൾക്കായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പുളിയിഞ്ചി. നമുക്കിന്ന് ആ പുളിയിഞ്ചി ഒന്ന് ഉണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് കാണാം. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ചാണ പുളിയാണ് എടുത്ത് വെള്ളത്തിലിട്ടേക്കണത്. നന്നായി കുതിർത്താനായിട്ട് വയ്ക്കുക. കുതിർത്തതിന് ശേഷം നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ പുളിയൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട്. അതിനുവേണ്ടി പുളിയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് പുളി വേവാനായിട്ട് വയ്ക്കാം. പുളി നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വയ്ക്കണം. പുളിയിഞ്ചി എന്ന് തന്നെ പറയണതുകൊണ്ട് ഇഞ്ചി നന്നായി തന്നെ വേണം. പുളിയിഞ്ചി മധുരമാണെങ്കിലും അതിൽ അത്യാവശ്യം എരിവും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ട പച്ചമുളകും നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെച്ചത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരത്തിന് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം. ശർക്കര അങ്ങനെ തന്നെ ചേർക്കണമെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് നേരിട്ട് ചേർക്കാം. അപ്പോൾ നമ്മളിതാ ശർക്കര ഉരുക്കിയ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പുളിയിഞ്ചി അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ കുറുകിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ചേർത്ത് ഇളക്കി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പുളിയിഞ്ചി തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഇരുന്ന് കുറുതാവും. അതുകൊണ്ട് തന്നെ വല്ലാതെ കട്ടയായിട്ട് തീ ഓഫ് ചെയ്യരുത്. അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെ വാങ്ങി വെക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിനുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.